പ്രിയ ഐശ്വര്യത്തോടുകൂടെ തുടങ്ങുവാണ് നമ്മൾ നമ്മുടെ തൃശ്ശൂർ യാത്രകൾ അല്ലേ? ഐശ്വര്യത്തോടെ തൃശ്ശൂർ പള്ളിയിൽ പുത്തമ്പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് അങ്ങ് തുടങ്ങാൻ പോവാണ്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. വളരെ സ്പെഷ്യൽ ഡേ അല്ലെങ്കിൽ സ്പെഷ്യൽ ടൈം തുടങ്ങാൻ പോവാണ്. കാരണം നമ്മുടെ തൃശ്ശൂരിൻ്റെ എക്സിബിഷൻ എടുത്തിട്ടുണ്ട് ആൻഡ് വി ആർ ഗോയിങ് ടു തൃശ്ശൂർ. അവിടുത്തെ ഹാളിൻ്റെയും എക്സിബിഷൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും പ്ലസ് മെയിൻ തിങ് ഫുഡിൻ്റെ ഒരു എക്സ്പ്ലോറേഷൻ കൂടെയാണ്. ശരിക്കും ജസ്റ്റ് രാവിലെ പോയിട്ട് വരാവുന്നേ ഉള്ളൂ, പക്ഷെ അതല്ല, 2 ദിവസം അവിടെ നിൽക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ തൃശ്ശൂരിലെ കുറച്ച് മെയിൻ സൈസ്, അവിടെ ഒരു കിടിലം ബീച്ചൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ അറിഞ്ഞത്. സോ അത് പോയി കാണണം. അവിടുത്തെ ബ്യൂട്ടിഫുൾ ടെമ്പിൾസ് ചേർച്ചസ് ഒക്കെ ഉണ്ട്. പോകുന്ന വഴിക്ക് അവിടേക്ക് ഒന്ന് കയറണം. ആൻഡ് മെയിൻ അതർ തിങ് ഇസ് ഫുഡിൻ്റെ മെയിൻ തിങ് എന്താണെന്നറിയോ? ഞാൻ റിസർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യേ, ഇതാണ് രാവിലെ തന്നെ ജെഫ്രിൻ ചെയ്യുന്ന കാണുന്നത്. അയ്യേ, മതി നോക്കിക്കേ. അതെ, താഴത്തേക്ക് പോയപ്പോ നോക്കിക്കേ, അറിഞ്ഞില്ല ക്യാമറ ധരിക്കുന്ന കാര്യം. പിന്നെ അപ്പൊ ഞാൻ കുറച്ച് കിടിലം ഫുഡ് സ്പോട്ട്സ്. തൃശ്ശൂർ ഒരു കിടിലം ബീച്ച് ഉണ്ടെന്ന്. അത് പള്ളി പോയി കുമ്പസാരിക്കണം എന്ന് പറഞ്ഞില്ലേ രണ്ടുപേരും? നിങ്ങൾ രണ്ടുപേരും പാവികള്. അതെ, വേർത്ത് കുളിക്ക്. ജെഫ്രിനൊക്കെ തുടങ്ങിയോണ്ടല്ലേ എൻ്റെ അമ്മോ. അപ്പൊ കിടിലം ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, അവിടെ പോയി നല്ല മീൽസ് വാങ്ങിത്തരും. ഞാൻ കേട്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്തെ ഇൻക്ലൂഡിങ് കൊച്ചിയിലൊക്കെ ഏറ്റവും വെറൈറ്റി മീൽസ് ആണ്. അവിടെ ഉണ്ടെങ്കിൽ പോയി കഴിക്കാം. ഇല്ല ഇല്ല, ഇന്ന് കണി കണ്ടപ്പോഴേ മനസ്സിലായതാണ് കൊളാവുന്ന്. ആ നിപ്പ് കണ്ടപ്പോഴേ. പ്രിയ കണ്ടില്ലല്ലോ രാവിലെ? ഓ, ക്യാമറ എന്റെ മേലായിരുന്നല്ലേ? ഇന്നത്തെ ദിവസം കൊളാവാനുള്ള സാധ്യത ഉണ്ട്. കൊള്ളൊന്നും കണ്ട നല്ല അടിപൊളിയായിട്ടില്ലേ? മഴയൊക്കെ കണ്ട നല്ല വൃത്തിയായിട്ട് നമുക്ക് പ്രീ പ്ലാൻ ചെയ്തിട്ടാന്ന് തോന്നുന്നു. പ്ലാനൊക്കെ പൊക്കി പിടിച്ചു കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. രാവിലെ ഇറങ്ങിയപ്പോ ജെഫ്രിനെ കണ്ട് ഇറങ്ങിയതിന്റെ ഗുണമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് നോക്ക്, ഭയങ്കര മഴ. ഇന്ന് നമ്മള് ബീച്ചും പള്ളിയും അമ്പലവും ഒക്കെ പോയി വ്ളോഗ് ചെയ്യണം എന്നൊക്കെ ഇരുന്നതാണ്. മിക്കവാറും ഫുഡ് മാത്രമേ നടക്കുകയുള്ളൂ. സോ തൃശ്ശൂർ വന്ന് ആൻഡ് വളരെ ഐശ്വര്യത്തോടുകൂടെ തന്നെയാണ് നമ്മൾ തൃശ്ശൂരിന്റെ ഈ ഒരു വ്ളോഗ് തുടങ്ങുന്നത്. കാരണം നമ്മൾ വന്നിരിക്കുന്നത് എനിക്കൊന്ന് ഏഷ്യയിലെ ലാർജസ്റ്റ് ചേർച്ച് ടവറാണ്. അതിൻ്റെ കൂടെ തന്നെ 1940 പണിത പുത്തമ്പള്ളി ചേർച്ചാണ്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു തൃശ്ശൂർ. പ്രിയ ഐശ്വര്യത്തോടുകൂടെ തുടങ്ങുവാണ് നമ്മൾ നമ്മുടെ തൃശ്ശൂർ യാത്രകൾ അല്ലേ? ഐശ്വര്യത്തോടെ തൃശ്ശൂർ പള്ളിയിൽ പുത്തമ്പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് അങ്ങ് തുടങ്ങാൻ പോവാണ്. ഐശ്വര്യത്തോടെ അങ്ങ് തുടങ്ങുക. അതെ, അപ്പോൾ ഈ പള്ളിയുടെ ഭംഗി തന്നെ ആദ്യമേ ഞാൻ കാണിച്ചു തരാവേ. ഇതുണ്ട് ലോങ്ങസ്റ്റ് ഹാൻഡ് റിട്ടൺ ബൈബിൾ ഇൻ ദ വേൾഡ്. എനിക്ക് തോന്നുന്നു അതുമെല്ലാം ചിലപ്പം ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സത്യം പറഞ്ഞാൽ കയറി പോകുമ്പോൾ തന്നെ ഉണ്ടല്ലോ പക്ക ഒരു യൂറോപ്യൻ ഫീലാണ് കേട്ടോ കിട്ടുന്നത്. നമ്മൾ സ്പെയിനിലും ഒരു റഷ്യയിലൊക്കെ പോയതിൻ്റെ ഒരു ഫീലിങ്ങിലാണ് കിട്ടുന്നത് ഈ പള്ളിയിൽ കയറുമ്പോൾ തന്നെ. മേ ബി ആ ഏജിൻ്റെ ഭംഗിയായിരിക്കും. കേട്ടോ പള്ളി ശരിക്കും ഒരു യൂറോപ്പിൽ പോയ ഫീൽ. ആ പഴമയുള്ളതുകൊണ്ടായിരിക്കും. ഫ്രഞ്ച് പള്ളി പോലെയല്ലേ? ഭയങ്കര പൊക്കമാണ്, ഫുൾ വെള്ള. പിന്നെ ഒരു ഗോത്തിക് ആ ഗ്ലാസ് വർക്ക്സ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എന്താണെന്നറിയില്ല, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പല്ല. എനിക്ക് അതിന് മുമ്പേ തുടങ്ങിയത് എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. ഒരു കിടിലൻ സ്ഥലത്താ തൃശ്ശൂരിലെ ട്രെൻഡിങ്. തൃശ്ശൂരിന്റെ വൈബാണ് പള്ളി, അമ്പലം, ബീച്ച്. അതൊക്കെ ബീച്ച് ഉണ്ടറിയോ? ബീച്ച് എനിക്കും അറിയില്ല, എന്തായാലും വൈകുന്നേരം അവിടെ പോയി നോക്കണം. മഴയില്ലെങ്കിൽ.
ഈ കാണുന്നതാണ് ഏഷ്യയിലെ ലാർജസ്റ്റ് ടവർ കേട്ടാ, ചേർച്ച് ടവർ. ഇത് ഭയങ്കര സംഭവം. എനിക്ക് പിന്നെ ഒരു ഓർമ്മ, എൻ്റെ ഓർമ്മയിലുള്ളത് ജോർജിയയിലൊക്കെ ഒരു നല്ല ചേർച്ച് ഉണ്ട്, റഷ്യയിൽ കുറേ ഉണ്ട്. പക്ഷേ സ്പെയിനിൽ ഞാൻ പോയപ്പോൾ ഒരു പണി ഒരിക്കലും തീരാത്തൊരു പള്ളിയുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഹൈറ്റിൻ്റെ ആയിട്ടാണ് റെസംബ്ലൻസ് വരുന്നത്. ബ്രിട്ടീഷുകാരാണ് പണിതത്. ഇത് സ്പാനിഷാണ് ഞാൻ പോയത്. എന്തായാലും വന്ന് തുടക്കം തന്നെ ഒരു അടിപൊളിയായിരുന്നു. ഒന്ന് നോക്കിക്കാൻ നിങ്ങൾ ഈ ഒരു സീനറി. ശരിക്കും ഒരു സിനിമയ്ക്കൊക്കെ പറ്റിയൊരു ഷോട്ട് പോലെ ഒരു ഐഡിയൽ പള്ളി എന്നൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഇമേജ് ഇത് തന്നെയായിരിക്കും. ബ്യൂട്ടിഫുൾ ആൻഡ് വന്ന് ഒരു ബ്ലെസ്ഡ് ബിഗിനിങ് തന്നെയായിരുന്നു. അടിപൊളി. പോവാം, ബാ. ഞങ്ങൾക്ക് ആക്ച്വലി മെയിൻ നമ്മൾ ആദ്യമേ വിസിറ്റ് ചെയ്യാനിരുന്ന സ്ഥലം വടക്കുന്നാഥനാണ്. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ മഴ, സെക്കൻഡ്ലി അടച്ചിരിക്കുകയാണ് നട ഓബ്വിയസ്ലി. തേർഡ് തിങ് അവർ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുമെന്നും അറിയില്ല. അതും ഒരു പ്രശ്നമാണ്. അമ്പലങ്ങളിൽ പൊതുവെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. പക്ഷെ തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിന്റെ സെന്റർ ആണല്ലോ ഇത്. അതെ. ഫുഡ് കഴിക്കാൻ ഏറ്റവും റെക്കമെൻഡ് ചെയ്ത ഒരു സ്ഥലമാണ് തോംസൺ കാസ. പക്ഷെ അവിടുത്തെ ക്യൂ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ മനസ്സിലായി 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന്. എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴൊന്നും കയറാൻ പറ്റും. അപ്പൊ ഒന്നില്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവാം. ആദ്യം പറഞ്ഞ വേണ്ട. സെക്യൂരിറ്റി പറഞ്ഞ കാര്യമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്താ, നമ്മള് അവിടെ കൊറേ പേര് നിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് വിചാരിച്ചു കൊടയില്ലാതെ നിക്കുന്നതാണോ ക്യൂ ആണോ എന്ന് അറിയില്ലല്ലോ. അപ്പൊ സെക്യൂരിറ്റി ചോദിച്ചു ക്യൂ ആണോ ചേട്ടാ? നല്ല തിരക്കാ, എല്ലാ ദിവസം എങ്ങനെയാ? അന്നാ ചേട്ടാ ഞങ്ങള് പോവാ. അതിനെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയതാ. പക്ഷെ നമ്മളെന്താ ഉദ്ദേശിച്ചേ? നിക്കാന്ന് പറയുന്ന അരി നമ്മള് പ്രതീക്ഷിച്ചേ. ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇപ്പൊ ക്യൂ നിക്കണം, ഓടിക്കോളാം, വേറെ എവിടെയെങ്കിലും പോവാം. നമുക്ക് നാടൻ തട്ടുകട പോവാം. അവിടെ ഇപ്പൊ പോയ കണ്ടല്ലോ, മാമന്റെ കടയിൽ പോയപ്പോ. വിശക്കണോ? അന്ന് വെയിറ്റ് ചെയ്യേ. എത്ര നേരം എടുക്കുന്നു ചോദിക്കുക ജെഫ്രി? ഇല്ല, 1 മണിക്കൂർ എടുക്കും. ആദ്യമായിട്ടാണ് എനിക്ക് ഞാൻ കേരളത്തിലല്ല മേ ബി ഇന്ത്യയിൽ തന്നെ ഒരു ക്ലോസ് ടു 1 hour വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ആ തോംസൺ കാസയിൽ തന്നെ കഴിക്കാൻ വിചാരിച്ചു. കാരണം അത്രയും തിരക്കുണ്ടെങ്കിൽ, തൃശ്ശൂരിന്റെ അത്രയും ട്രെൻഡിങ് സ്പോട്ട് ആണെങ്കിൽ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യണമല്ലോ. ജെഫ്രിന്റെ അന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് പീസ് ചിക്കൻ ഫ്രൈ എടുത്ത് കഴിക്കുമ്പോ ആ ഒരു സുഖം. ഞങ്ങളുണ്ടല്ലോ ഇവിടെ വന്നപ്പോ ഞാൻ അന്തു പറഞ്ഞത്, ഞങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ചിക്കന്റെ ഹോൾസെയിലേഴ്സ് നടത്തുന്ന ഒരു ഹോട്ടലാണെന്ന് കേട്ടത്. അതുകൊണ്ട് പ്രൈസും ഭയങ്കര കുറവാണ്, ആ സമയത്ത് ചിക്കനും ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്ത് ഇവിടെ തന്നെ കഴിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഒരു കാര്യം പറയാം, ഒന്നിന്റെ ഇടയ്ക്ക് ബാത്റൂമിൽ പോയി കേട്ടോ. ഇത്രയും തിരക്കുണ്ടായിട്ടും ഭയങ്കര ക്ലീൻ. അത് സമ്മതിക്കണം അവരെ. അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ ഒക്കെ, ആംബിയൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ റേറ്റ് അത് വെച്ച് നോക്കുമ്പോ കുറവാന്നാ കേട്ടത്. എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. അപ്പൊ ഇത്ര നേരം ഫാമിൽ കോഴീനെ എടുക്കുന്നു, തട്ടുന്നു, നമുക്ക് തരുന്നു. അപ്പൊ എന്തായാലും ഇവിടെ പോയി കഴിച്ചിട്ട് ഇത്രയും ട്രെൻഡ് സ്പോട്ട് ആവാനുള്ള വേർത്താണോ എന്ന് നമുക്ക് നന്നായിട്ട് വിശക്കുണ്ട് കേട്ടോ. കണ്ടില്ലേ, ജെഫ്രിൻ കൊച്ചി കയറിയപ്പോ തൊട്ട് പ്രിയക്ക് വിശക്കുന്നു വണ്ടി നിർത്ത്, പ്രിയക്ക് വിശക്കുന്നു വണ്ടി നിർത്ത്. അങ്ങനെ ദിലു ബ്രേക്ക്ഫാസ്റ്റിന് വണ്ടി നിർത്തണമെങ്കിൽ ഈ വണ്ടിയിൽ അന്തു വേണം, അല്ലാണ്ട് ദിലു വണ്ടി നിർത്തൂ. ആർക്കും വേണ്ടി നിർത്തുന്നതായിരിക്കും, അന്തുവിന് വേണ്ടി മാത്രം ദിലു വണ്ടി നിർത്തുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ ഇപ്പൊ സമയം 2 മണിയായി. കറക്റ്റ് നല്ല ഉച്ച ഊണിന് പറ്റിയ സമയമാണ്. റെസ്റ്റോറൻറ്റ്, ഇതാണ് റെസ്റ്റോറൻറ്റ് ആംബിയൻസ്. തിരക്ക് ഇപ്പോഴും മാറിയിട്ടില്ല, ആൾക്കാരൊക്കെ നേരത്തെ തൊട്ട് വെയിറ്റിംഗ് ആണ്. കൊച്ചിയിലെ ഒരു റെഫറൻസ് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു പാലാരിവട്ട അരിപ്പയുടെ ഒക്കെ ഒരു ലുക്കാണ് ഇതിന്. ഈ തിരക്ക് വരുന്നത് കൂടെ 10-20 സീറ്റൊന്നും അല്ല കേട്ടോ, വലിയ റെസ്റ്റോറൻ്റ് ആണ്. എന്നിട്ടാണ് ഈ തിരക്ക്. ദാറ്റ് മീൻസ് സംതിങ് ഹാസ് ടു ബി എക്സ്ട്രാordinary ഓയി. അല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും തിരക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരില്ലല്ലോ. ഔട്ട്ഡോറിലും ഡൈനിങ് സ്പേസ് ഉണ്ട്. നോക്കിക്ക് എന്ത് വലിയ റെസ്റ്റോറൻ്റ് ആണ്, ഭയങ്കര വലുതാണ്, വലിയ സീറ്റിംഗ് കപ്പാസിറ്റി ആണ്. പക്ഷെ ഇത്രയും തിരക്കൊക്കെ ഉണ്ടായിട്ട് ലുക്ക് അറ്റ് ദ ക്ലീനിനെസ്. അതിനാണ് ഇവർക്കൊരു 5 സ്റ്റാർ കൊടുക്കേണ്ടത്. ഇത് റേറ്റ് ഒക്കെ നോക്കിയപ്പോൾ ഇവിടെ ഫെസ്റ്റിവൽ നടക്കുവാണ്. വിങ്സിനൊക്കെ 200 റുപ്പീസേ ഉള്ളൂ ചിക്കൻ വിങ്സിന്. പിന്നെ ഇവിടെ ബാക്കിയുള്ള ഐറ്റംസിൻ്റെ ഷോർമ ഫുൾ മീറ്റിനൊക്കെ 155. കുറവാണല്ലോ സാധാരണ റെസ്റ്റോറൻറ്റിൻ്റെ റേറ്റ്. പക്ഷെ ആംബിയൻസ് നല്ലൊരു ക്വാളിറ്റി. പിന്നെ ഇത് പാട്ടൊക്കെ ഉണ്ട്, അതിനൊക്കെ ഒരു 300, 250 ആ റേറ്റൊക്കെ ഉള്ളൂ. ഇനി മീൽസും ബിരിയാണിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടോ? ബിരിയാണി ഉണ്ട്, മീൽസ് ഉണ്ടോ? ഓക്കെ, അപ്പോൾ അതും കൂടെ ഓർഡർ ചെയ്യാം. എന്തായാലും ഞാൻ ലാസ്റ്റ് കഴിച്ചിട്ട് ടോട്ടൽ പ്രൈസ് 220 രൂപ. ദം ബിരിയാണിക്ക് 220 രൂപ,
പിന്നെ ഡിഷസ് കൊണ്ടാട്ടത്തൊക്കെ 185 ഒക്കെ ഉള്ളല്ലോ. മറ്റേ 250 300 ആ ഓൾമോസ്റ്റ് ബാക്കിയുള്ളൊരു ഇങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു 30 to 40 to 50%, 30% 40% കുറവാണ്. അതെ, ഇനി പോർഷനും കൂടെ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. എല്ലാവരും വിശന്നിരുന്നിട്ട് ആരും തൊട്ടിട്ടില്ല കേട്ടോ, വീഡിയോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. സോ ഇത് ഇവരുടെ ചിക്കൻ എന്തായിരുന്നു, ചിക്കൻ ടച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ ഇനോഗ്രേഷൻ ആര് ചെയ്യണം? ഞാൻ പ്രിയക്ക് വല്ല വിശപ്പില്ല, നോക്കട്ടെ. കണ്ടിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. ജെഫ്രി നല്ല രസമുണ്ട് കാണാൻ. നോക്കട്ടെ. അന്നുവിൻ്റെ റെക്കമെൻഡേഷൻ. ഓ, ഇത് ചിക്കൻ 65 പോലെയല്ല, നമ്മുടെ നാടൻ ഷാപ്പിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ചിക്കൻ ഫ്രൈ. അടിപൊളിയായിട്ടുണ്ട്. പ്രിയ ചോറിൻ്റെ കൂടെ കഴിക്കാതിരിക്കുമായിരുന്നു, അതിപ്പോൾ കഴിയും. അപ്പോൾ നമുക്ക് കൂടുതൽ ഇത് സംഭവം കേട്ടാ. ഇതൊക്കെ ഓക്കെയാണ് കേട്ടോ. 200 റുപ്പീസിന്. ഇത് ഹണി പെപ്പർ വിങ്സ് ആണ്. അതിൻ്റെ കൂടെ ഇവരുടെ ഒരു മയോണൈസ് ഡിപ്പും ഉണ്ട്, കുറച്ച് സാലഡും ഉണ്ട്. ഇത് കഴിക്കാൻ പറ്റില്ല, ഭയങ്കര ചൂട്. ഫ്രഷ് ആണ് കാണാൻ. നല്ല പെപ്പറിൻ്റെ ഒക്കെ ഒരു പെപ്പർ, റോസ്റ്റഡ് പെപ്പറിൻ്റെ ഒക്കെ ഒരു മണം വരുന്നുണ്ട്. നോക്ക്, ഹണിയുടെ ഫ്ലേവർ ഇല്ല കേട്ടോ, പക്ഷെ ഓവറോൾ ഒരു നല്ല പെപ്പറി, അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ്. ഞാൻ കുറച്ച് സ്വീറ്റാന്ന് വിചാരിച്ചു പറഞ്ഞത്, പക്ഷേ ലുക്ക് ഹൗ ഫാൾ ഓഫ് ദ ബോൺ ആൻഡ് വെൽ കുക്ക്ഡ് ഇറ്റ് ഈസ്. നല്ല കിടിലൻ ടേസ്റ്റ്. ആ അതെ, ജസ്റ്റ് തൊട്ട ജഫ്രിൻ്റെ നിന്ന് വീണുപോയി. കാണിച്ചു തരാം. നല്ല ലെമണി ഫ്ലേവറും ഉണ്ട്. അങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, വെറുതെ അല്ലേ തിരക്ക്. പ്രിയ ഗോൾ അടിച്ചു കേട്ടാ. പ്രിയ ഗോൾ അടിച്ചു. പ്രിയക്ക് ചോറ് മാത്രം അല്ല, സോറി, ബിരിയാണി വേണ്ട, ചോറ് വേണമെന്ന് പറഞ്ഞു. പക്ഷേ മീൽസ് ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും എന്താ, അതേ ചമ്മന്തി ഉണ്ട്, തോരനുണ്ട്, കൊണ്ടാട്ടമുണ്ട്, പപ്പടമുണ്ട്, ചിക്കൻ പാൽക്കറി ഉണ്ട്, അത് ചിക്കൻ റോസ്റ്റ് ഉണ്ട്. ഈ ചിക്കൻ റോസ്റ്റിന് 160 രൂപ ആൻഡ് ബിരിയാണി. എടുത്തിട്ട് വേണം എനിക്ക് എടുക്കാനായിട്ട്. ഇവിടെ സാലഡിന് എക്സ്ട്രാ പൈസ ഉണ്ടോ? എല്ലാം കൂടെ 150 രൂപ. അതെ, ഹാഫ് ബിരിയാണി, സാലഡ്, പപ്പടം. അതെ, പപ്പടത്തിന് 8 രൂപ, അച്ചാറിന് 8 രൂപ. ഇവിടത്തെ കഥയല്ല കേട്ടാ. അതെ, ഇവിടെ എക്സ്ട്രാ പപ്പടവും തരും കേട്ടോ, അതിനൊന്നും എക്സ്ട്രാ പൈസയൊന്നും ഇല്ല. എങ്ങനെയുണ്ട് ഈ പാൽക്കറിക്ക്? എന്ത് ടേസ്റ്റ് ആവോ? എരിവുണ്ടോ അതോ സ്റ്റൂവിൻ്റെ ടേസ്റ്റ് ആണോ? മറ്റേ നമ്മുടെ അരിപ്പയിൽ മറ്റൊരു ചിക്കൻ കറി ഇല്ലേ, ആലപ്പി ചിക്കൻ കറി, അതുപോലത്തെ ടേസ്റ്റ് ആണോ അതോ? ഓക്കെ. ബിരിയാണി എങ്ങനെയുണ്ട്? ക്വാണ്ടിറ്റി ഭയങ്കര ടേസ്റ്റാ ആണോ? ആ ടൈം ഇവിടെ 2 ഉണ്ട്. ഒന്ന് മറ്റേ നോർത്ത് ഇന്ത്യനും ഉണ്ട്. ആ, നോർത്ത് ഇന്ത്യൻ ചെറിയ അരിയുടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ അരിയുടെയാണ് പറഞ്ഞത്. ആൻഡ് ചിക്കൻ പറയണ്ടല്ലോ, ഇറ്റ് ഈസ് ട്രൂലി സ്പെഷ്യൽ ഇവിടുത്തെ ചിക്കൻ കേട്ടോ. വെറും ചിക്കൻ, അതും ഞാൻ സാലഡ് ഒന്നും വേണ്ട, നമുക്ക് ഈ ബിരിയാണി ഇത് മാത്രം എടുത്ത്. ആദ്യമേ കിട്ടുന്ന ടേസ്റ്റ് എന്ന് അറിയോ? പ്യുവർ നെയ്യിൻ്റെ, പ്യുവർ ഗീഡ്. ആദ്യമായിട്ടാണ് ഒരു ബിരിയാണിയിൽ ഇത്രയും ഗീയുടെ ടേസ്റ്റ് കിട്ടുന്നത്. ഓയിലിൻ്റെ അല്ല, പ്രോപ്പർ ഗീഡ്. ആൻഡ് ദിസ് ചിക്കൻ, ഓ മൈ ഗോഡ്, സോ ഗുഡ്. ഓ, എന്തൊരു ടേസ്റ്റ് ബിരിയാണിക്ക്. ശരിക്കും മിസ് ചെയ്തു കേട്ടോ. ഭയങ്കര ടേസ്റ്റ്. പിന്നെ അതിന് ഇടയ്ക്കിടയ്ക്ക് വരണമല്ലോ. അല്ലെങ്കിൽ ഇത് കഴിക്കാൻ വേണ്ടി റോഡൊക്കെ നന്നായാ. ഇപ്പം ടോളിന് പൈസ ഇല്ല, മറ്റേ നമ്മൾ ആനുവൽ പാസ് എടുത്തു, വണ്ടിക്ക് പൈസ ഇല്ല, EV ആണ്. ഈ റോഡ് നന്നായാൽ ഞങ്ങൾ വെറുതെ ബിരിയാണി കഴിക്കാൻ വേണ്ടി ഇവിടെ വരും. തോമസ് കാസയിൽ അല്ലേ? ഉണ്ട്, ഫുഡിന് വേണ്ടി ട്രാവൽ ചെയ്യാൻ പോകുന്നവര്. അതെ, ഇനി ഞങ്ങൾ ചുമ്മാ യാത്ര ചെയ്യും ഫുഡ് കഴിക്കാനായിട്ട്. റോഡൊക്കെ നന്നാവട്ടെ. സോ ഇതിൽ ഞാൻ ആ ചിക്കൻ പാൽക്കറി റൈസിലിട്ടു. ഇവർ പറയുന്നത് ഇത് ചിക്കൻ എന്താ ഉരുളിയിൽ വരട്ടിയത്, അത് സൂപ്പറാണ്. അതിൻ്റെ കൂടെ കുറച്ച് ചമ്മന്തി. സൂപ്പറാണോ ചിക്കൻ? എന്താ അത് വിഷണമെന്ന് തോന്നുന്നായിരിക്കും ചിലപ്പോൾ. ആ, ഓ, എല്ലാവരും ഒരേ ഒപ്പീനിയൻ ആണല്ലോ. സോ നോക്കട്ടെ, നമുക്ക് ആദ്യമേ ഈ പാൽക്കറി മാത്രമായിട്ട് കഴിച്ചു നോക്കാം. പാൽക്കറി ശരിക്കും ചിക്കൻ സ്റ്റൂവിൻ്റെ ഒരു നല്ല റിഫൈൻഡ് വേർഷൻ. പാൽക്കറി ചിക്കനാണോ? ആ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കിഴങ്ങൊക്കെ ഇട്ട്
ഇനി നമുക്ക് ഈ ചിക്കൻ ഇതെടുത്ത് അതിൻ്റെ ഗ്രേവി ഇത് വെച്ച് മിക്സ് ചെയ്ത് ഗ്രേവി ചോറും പാൽക്കറി അടിപൊളി, ചോറും പാൽക്കറി അടിപൊളി. അതിൻ്റെ കൂടെ ഗ്രേവിയും കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ, ആ ചിക്കൻ റോസ്റ്റിൻ്റെ ഗ്രേവി ഭയങ്കര ഹൈലി റെക്കമെൻഡഡ്, ഹൈലി റെക്കമെൻഡഡ്. എന്തായി ബേർത്തായില്ലേ വെയിറ്റ് ചെയ്തത്? പ്രോപ്പർ. ഞാൻ 3 ബിരിയാണി പറഞ്ഞു, ദിലു പറഞ്ഞു 3 കണ്ട് 2 മതി. അതിൻ്റെ വരെ ബാക്കി. അത് ഇത്രയും ആപ്പറ്റൈറ്റ് ഉള്ളവർ കേട്ടാ. ഫോർഗെറ്റ് അബൌട്ട് ദ ക്വാണ്ടിറ്റി, ദ ക്വാളിറ്റി ആൻഡ് ദ ടേസ്റ്റ്. അതാണ് ബിഗ് സല്യൂട്ട്. ക്വാളിറ്റി ഈ സാധനം എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. ഇനി അടുത്തത് ഇവിടുത്തെ മേരിയാൻ അടുത്ത സ്ഥലം അയച്ചു തന്നിട്ടുണ്ട്, ട്രെൻഡിങ് ഐസ്ക്രീം സ്പോട്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് റൂമിൽ പോവാം. റൂമിൽ പോയിട്ട് ബീച്ചിൽ പോവാം. ബീച്ചിൽ പോയിട്ട് രാത്രി അല്ല, രാത്രി പിന്നെയും ഫുഡിങ് ഉണ്ട്. ഇന്ന് ബെസ്റ്റ് സൈറ്റ്സ് ആൻഡ് ഫുഡ് ഓഫ് തൃശ്ശൂരാണ് നമ്മുടെ വ്ളോഗ്. അപ്പോൾ അതെല്ലാം കാണിക്കുക, അധ്വാനിക്കുക. ഇതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. സാമ്പാറും വേണ്ട, ഒരു ഒഴിച്ചെറിയും വേണ്ട. ഈ ചോറ്, അതിൻ്റെ കൂടെ ഇതിൻ്റെ ഗ്രേവി, പാൽക്കറി, ചിക്കൻ റോസ്റ്റ്, കുറച്ച് ചമ്മന്തി, ഇതെല്ലാം കൂടെ വെച്ച് ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ച തേങ്ങാ ചമ്മന്തിക്ക് നല്ല കിട്ടില് ഒരു വിനാഗിരിയുടെ കുത്തുണ്ട്. ജസ്റ്റ് ലൗഡ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫുഡ്. ബില്ല് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മറ്റേ വിങ്സ്, ഒരു ടച്ചിങ്സ് ഫ്രൈ, ഒരു ചോറും മീൽസ് പോലത്തെ, ഒരു ചിക്കൻ റോസ്റ്റ്, ഒരു ചിക്കൻ പാൽക്കറി, 4 ലൈമ്, 2 ബിരിയാണി. എത്രയും കാണും? എന്താ കാര്യം? കറക്റ്റ് അല്ലെങ്കിൽ എനിക്ക് വിഷമാവും. 1350. ആക്ച്വലി 1344 ആയിട്ടുള്ളൂ. എൻ്റെ അമ്മ, വോട്ട് ഭയങ്കര മാജിക്കൽ ഡൈനിങ് എക്സ്പീരിയൻസ് ആയിപ്പോയി. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ട്രെൻഡിങ് ഐസ്ക്രീം സ്പോട്ട് എന്ന് പറഞ്ഞാൽ ആർട്ടിക്ക. പുതിയ സ്ഥലമാണെന്ന്. സോ ഐ തിങ്ക് സോ ഷേക്സ്, ഫലൂഡാസ്, വാഫിൾസ്, ഐസ്ക്രീംസ് എല്ലാം ഉണ്ട്. കയറിയിരിക്കുന്നുണ്ട് എല്ലാവരും ഓർഡർ ചെയ്യാനായിട്ട് കേട്ടോ. ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് വന്നവരാണ് എല്ലാവരും. വയറ് ഫുള്ളായിട്ടെന്ന് എന്നിട്ട് ഇപ്പോൾ ഓർഡർ ചെയ്ത് നോക്കിക്കോ. എന്താ വാഫിൾസിൻ്റെ ഉണ്ട്. എന്താ ഏയ്, എനിക്ക് വാഫിളിൻ്റെ സ്മെല്ലാണ് കിട്ടുന്നത്. ഓക്കെ, ജഫറിനൊന്നും വേണ്ട. തൃശ്ശൂരിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് നോക്ക്, ഇത്രയും വലിയ കേക്കിന് ന്യൂട്ടലയുടെ ഒക്കെ 110 രൂപ. ഒപ്പേറയൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഈ ഒപ്പേറ കേക്കിനൊക്കെ 120 രൂപ. പിന്നെ എന്താ പിസ്താഷ്യോ കാലിഫോർണിയ, കണ്ടിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. റേറ്റ് ആണെങ്കിൽ ഭയങ്കര കുറവ്. ഇവരുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീംസ് എല്ലാം ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഹോം മെയ്ഡ്, ഐ മീൻ ഇൻ ഹൗസ് മേക്ക് ചെയ്യുന്ന ഐസ്ക്രീംസ് ആണ്. സോ യു ഹാവ് ദിസ് കാരമൽ ആൻഡ് പിന്നെന്താ മാംഗോ ഫിയസ്റ്റ, ഡാർക്ക് ഡിസയർ, കാഷ്യൂ റേസിൻ. കൊള്ളാലോ. ഇത് ഇവരുടെ കാരമലാന്ന് തോന്നുന്നത്. പോപ്കോണോ? പോപ്കോൺ. സിനിമ തിയേറ്ററിൽ കിട്ടുന്ന പോപ്കോണിൻ്റെ ഫ്ലേവർ കൊള്ളാലോ. ഇതേ സാധാരണ ഐസ്ക്രീമിൽ ടൂട്ടി ഫ്രൂട്ടി അല്ലേ, ഇത് റിയൽ ജെല്ലിയാ ഐസ്ക്രീമിൽ. കഴിച്ചു നോക്ക്. ശരിക്കുമുള്ള ഇതാ ജെല്ലീസ് ഐസ്ക്രീമിൽ. അടിപൊളിയല്ലേ? ഞാൻ ജെല്ലി ഫാനേ അല്ല, പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റ്. മേരിയാൻ അന്തും ഇവിടെ വന്ന് കഴിച്ചോട്ടെ. ഐസ്ക്രീം ഫ്ലേവറിന്റെ പേര് തന്നെ അതാ. സ്ട്രോബെറി ഐസ്ക്രീമില് റിയൽ സ്ട്രോബെറി ആണ്. സാധാരണ ഫ്ലേവർ അല്ലേ എല്ലായിടത്തും. ഇത് കഴിക്കാൻ വേണ്ടി ഇവിടെ വരേണ്ടി വരും അല്ലേ? തോംസൺ കാസിൽ പോയി ഈ ആർട്ടിക് വില്ലേജിലും വരേണ്ടി വരും. എൻ്റെ അമ്മോ, ഇത് നോക്ക്, ബബിൾ വാഫിൾ വിത്ത് ന്യൂട്ടല്ല, അത് നട്ട്സും എല്ലാം കൂടെ വെച്ചിട്ടാണ്. ഇത് പ്രിയയുടെ ഫ്രൂട്ട് സാലഡ് വിത്ത് ജെല്ലി ഐസ്ക്രീമാണ്. അതിൻ്റെ കൂടെ കുറേ ലെങ്ത്തിലുള്ള ഫലൂടെ സേമിയ. എന്നാ എടുത്തോ, തുടങ്ങിക്കോ. അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റാതെ വന്ന ആളാ വയറ് നിറഞ്ഞിട്ട്. എന്താ ഷെയ്ക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇത് കഴിച്ചു നോക്ക്, ടേസ്റ്റ് ഇനോഗ്രേറ്റ് ചെയ്യും. സ്പൂൺ എടുക്കാം.
എന്നാ കഴിക്ക്. അപ്പൊ ഇതില് ന്യൂട്ടെല്ല വാഫിള് വിത്ത് നട്ട്സും ഈ ചോക്ലേറ്റ് സോസും എടുത്തു നോക്കാം. താഴെ വീഴുന്നുണ്ട്. Oh my god, സൂപ്പറല്ലേ? The ice cream is as smooth as Michael Jackson's moonwalk. അത്രയും സ്മൂത്താണ്. എന്തൊരു ടേസ്റ്റാ. ന്യൂട്ടെല്ല ഐസ്ക്രീം, ന്യൂട്ടെല്ലയാണ്, ഹേസൽനട്ടാണ്, സോറി ഹേസൽനട്ട്. ഓ യം, എന്തൊരു ക്രീമി അല്ലേ, ഭയങ്കര ക്രീമി ആൻഡ് സ്മൂത്ത്. സോ ഗുഡ്. ഇനി വാഫിളിൻ്റെ കൂടെ കഴിച്ചിട്ടില്ല, പക്ഷെ ജസ്റ്റ് ഇതും ആ സ്മൂത്ത്നെസ് കണ്ടോ നോക്ക്. അതും ഈ ഒരു ഐസ്ക്രീമും ആ നട്ട്സും സോസും കൂടെ അടിപൊളി. ദയവായിരുന്നു ഫ്രണ്ട്സിൻ്റെ വന്നു. എന്തോന്ന് കൊള്ളാമോ? എന്തൊരു എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? ഒരാൾ ഐസ്ക്രീം എടുത്ത് അപ്പുറത്തിടുന്നു, ഒരാളുടെ ഇവിടുന്ന് എല്ലാം ലീക്ക് ആവുന്നു. ഇതിനകത്ത് വെക്ക് തിരിച്ച്. ഓ വെപ്രാളമായി. ഓ വാവ്, ഡെഡ് ബൈ ചോക്ലേറ്റ്. ഓബിയസ്ലി കോർണർ ഹൗസിന്റെ അടുത്തൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ലായിരിക്കും. അത് കോർണർ ഹൗസ് തന്നെയായിരിക്കും. നോക്കട്ടെ, പിടിച്ചോ. ഓക്കെ, സോ നോക്കട്ടെ. വാനില, അകത്ത് തന്നെ വാനില വരുന്ന കേട്ടോ ഐസ്ക്രീം. അടിപൊളിയാണ്, പക്ഷെ ചോക്ലേറ്റ് അല്ല, എൻ്റെ ലെവലിൽ ചോക്ലേറ്റ് അല്ല. അത് കോർണർ ഹൗസിന് മാത്രമേ പറ്റുള്ളൂ. ഡെഡ് ബൈ ചോക്ലേറ്റ് ചോക്ലേറ്റ് കഴിച്ച് അങ്ങ് മറ്റിയണം. പക്ഷെ ഇതൊക്കെ ഓക്കെ, ചീള് കേസ് എന്ന് പറയുന്ന പോലെ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്ന മെയിൻ കാര്യത്തിന് പോകേണ്ടത്. ഐസ്ക്രീമും കഴിച്ച് ബിരിയാണിയും കഴിച്ച് ബീച്ചിൽ പോയി നടക്കുക, വന്ന കാര്യം ചെയ്തിട്ടില്ല. ഇനി റൂമിൽ പോയി കിടക്കണമെന്ന് പ്രിയ പറഞ്ഞു. വന്ന പണി ചെയ്തിട്ടില്ല ഇതുവരെ. എല്ലാം തീർക്കണം എന്ന് പറഞ്ഞ ആളാ, ഫുൾ തീർത്തോണം കേട്ടോ. അത് അത്രേ ഉള്ളു ബാക്കി. അത് പ്രിൻസ് തീർത്തു. ഞാൻ പകുതി കൂടുതൽ കഴിച്ചു. ഞാൻ എല്ലാത്തിലും ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കും ഇപ്പൊ. പ്രിയം തീർത്തില്ല കേട്ടാ. അതിന്റെ ഐസ്ക്രീം എടുത്ത് മാറ്റിയിട്ട് പറയാം അതിൽ മധുരം ഇല്ലാതെ. നീ ഫുൾ തീർത്തോ എല്ലാരും? ഇതും കൂടെ കഴിച്ചിട്ട് ജെഫ്രി ഇതൊന്ന് കുടിച്ചോ, മിൽക്ക് ഷേക്ക് പോലെ, വെള്ളം പോലെ. വെള്ളം ഇല്ല ഇവിടെ, അതിന് പകരം ഇതെടുത്തോ. ഇല്ല, ഇത് ഇനി നമ്മൾ നമ്മുടെ പരിപാടിക്ക് പോവാം, മെയിൻ പരിപാടിക്ക്. എന്നാലും വന്ന പണിക്ക് കയറരുത് കേട്ടോ. നമ്മൾ നമ്മുടെ ഹാള് കൺഫേം ചെയ്യാൻ, അത് മാത്രം മറന്നുപോയി. ഗൈസ്, സോ നമ്മൾ മെയിൻ വന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സിബിഷൻ്റെ ഹാള് കൺഫേം ചെയ്യാനും ഫൈനൽ മെഷർമെൻറ്റ്സ് എടുക്കാനാണ്. സോ ഞങ്ങളുടെ OHF ഫ്ലീ മാർക്കറ്റ് തൃശ്ശൂർ, കൊച്ചി, ഇവിടെ ഈസ്റ്റ് ഫോർട്ടിലെ പാർക്ക് ഇൻ ബൈ റാഡിസൺ. ഗൂഗിളിൽ ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ August 30th and 31st നടക്കുവാണ്. രാവിലെ ഒരു 11 തൊട്ട് രാത്രി 8 മണി വരെ ഞങ്ങൾ ഇവിടെ കാണും. സോ നമ്മുടെ ഞങ്ങളും പ്ലസ് കുറേ അധികം നല്ല പ്രോഡക്റ്റ്സ് ഉള്ള വുമൺ ഓൺടർപ്രണേഴ്സും, അതുപോലെ ഞങ്ങളുടെ ജ്വല്ലറീസ്, ഞങ്ങളുടെ ഓണായിട്ടുള്ള ഡ്രസ്സസ് എല്ലാം കാണും. സോ എല്ലാവരും പേഴ്സണലി ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഞാൻ ഹാൾ എന്തായാലും കാണിക്കാം. നിങ്ങൾക്ക് ഇവിടെ പാർക്കിംഗ് ഒക്കെ അവൈലബിൾ ആണ്. ബേസ്മെൻറ്റിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ലിഫ്റ്റ് പിടിച്ച് മുകളിൽ വരാം. ഫസ്റ്റ് ഫ്ലോറിലാണ്. ആൻഡ് ഫസ്റ്റ് ഫ്ലോറിൽ വന്നു കഴിയുമ്പോൾ ഇതുപോലെ നല്ലൊരു കിഡിലൻ ഹാളാണ്. ഞങ്ങൾ ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വിൽ ബി വെയിറ്റിംഗ് ഫോർ യു ഗൈസ്. സോ എല്ലാവരെയും പേഴ്സണലി വെൽക്കം ചെയ്യാണ്. നല്ലൊരു കിഡിലൻ ലക്ഷറി ഫീലിംഗ് ആയിരിക്കും നിങ്ങളിവിടെ വരുമ്പോൾ. വലിയ ഹാളാണ്. ഇറ്റ്സ് ഓൾ കാർപ്പറ്റഡ്, എയർ കണ്ടീഷൻഡ്, ക്ലീൻ. സോ എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള സൗകര്യം കാണും. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഓണായിട്ടുള്ള ബ്രാൻഡിനുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കോക്ക് ഫാഷനും നമ്മുടെ സ്പാർക്കിൾ ജ്വല്ലറീസിനൊക്കെ. സോ എല്ലാവരും വരുക. ഇവരിവിടെ മെഷർമെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഗൈസ്, സോ ഫൈനലി നമ്മളിത് റാഡിസണിലെല്ലാം ബുക്ക് ചെയ്ത് ഇറങ്ങുവാണ്. വീണ്ടും എല്ലാവരും വരണം, സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ എല്ലാവരും കാണും. ആരായിരിക്കും ഇത്, ക്യാരക്ടർ ആരായിരിക്കും ഗസ് ചെയ്യാം. എന്ത് ക്യാരക്ടർ? അത് വ്ളോഗിന്റെ എൻഡിൽ പ്രിയനെ കൊണ്ട് പറയിപ്പിക്കാം. എന്ത് ക്യാരക്ടർ? ക്രിസ്മസ് പപ്പാനി ആയില്ലേ, ഒരു ക്യാരക്ടർ ഉണ്ട്. ക്യാരക്ടറായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഇനി നേരെ ബീച്ച്. എത്ര പേർക്ക് അറിയായിരുന്നു തൃശ്ശൂരില് ഒരു ബീച്ച് ഡെസ്റ്റിനേഷൻ ഉണ്ട്. ആൻഡ് ദാറ്റ് വാസ് കേരള ഗവൺമെന്റ്സ് ബെസ്റ്റ്
ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇൻ കേരള. ഓ നല്ല ആംബിയന്റ് ലൈറ്റിംഗ് ആണല്ലോ, ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് പോലെ ഉണ്ടല്ലോ. സോ അത് ഏതാണ്, ഞങ്ങൾ ഇപ്പൊ നേരെ അവിടെ പോയി അടിപൊളിയാണെങ്കിൽ പറയാം. ഓ എന്തൊരു ഭംഗിയാ നോക്ക്. ഒരിക്കലും തൃശ്ശൂർ എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ ഇതൊന്നും വരില്ല. ഊണ് തയ്യാർ, ഊണ് ചായ. നമുക്ക് എന്തായാലും സമയം സൺസെറ്റ് ആവുന്നതിന് മുമ്പ് ബീച്ചിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് നിർത്തി നല്ല വ്യൂ ഒക്കെ എൻജോയ് ചെയ്യായിരുന്നു. കൊല്ലാൻ വേണ്ടി വരുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക്. അങ്ങനെ തൃശ്ശൂരിൽ നമ്മുടെ ഇന്നത്തെ ഒരു ബിസി ഡേ അവസാനിപ്പിക്കാനായിട്ട് ഒരിക്കലും തൃശ്ശൂരും ബീച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്യാറില്ല നമ്മള്. പക്ഷെ ഐ തിങ്ക് സോ വി ആർ കമ്മിങ് ടു എ ബ്യൂട്ടിഫുൾ ലെസ് ക്രൗഡഡ് ബീച്ചാണ്. വാക്ക് വേയും അതൊന്നും ഇല്ല, ഞാൻ കാണിച്ചു തരാം. പക്ഷെ ലൈഫ് ഗാർഡ് ഉണ്ട്, ജെഫ്രിന് ചാടി ചാവാൻ പറ്റില്ല ഇവിടെ. സോ വെൽക്കം ടു സ്നേഹതീരം ബീച്ച്. ആക്ച്വലി ബാക്കിയുള്ള ബീച്ചുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഇറ്റ് ഇസ് ലൈക്ക് നൈസ് ആൻഡ് കാം ആൻഡ് പീസ്ഫുൾ. അല്ലെങ്കിൽ എന്തൊരു തിരക്കായിരിക്കും. ഓ അടിപൊളി അല്ലേ? സൺസെറ്റ് മാത്രം കിട്ടിയില്ല. അതെ, അവിടെയും കണ്ടായിരുന്നു, കാണാൻ പറ്റിയില്ല. ഒരു ബീച്ച് സൈഡ് കഫേ ഒക്കെ പോലെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ? എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ അല്ല, പക്ഷെ ബീച്ച് ഫേസിങ് തന്നെ ആക്കിയാൽ മതിയായിരുന്നു അവര്. പക്ഷെ ഇവിടുത്തെ വണ്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ, കർണാടക തമിഴ്നാട് രജിസ്ട്രേഷൻ. കേരള വണ്ടികളില്ല ഇവിടെ, എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇത് എന്തോരം അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എന്ത് ബ്യൂട്ടിഫുൾ ഏരിയ. നമ്മൾ ഉദ്ദേശിച്ച പോലെ മഴയത്ത് പഴംപൊരിയും കിട്ടിയിട്ടുണ്ട്, നല്ല ചൂട് ചായയും കിട്ടിയിട്ടുണ്ട്, കപ്പലണ്ടി ഉണ്ട്, ചെറിയ മഴയുണ്ട്. ഒൺലി തിങ് ബീച്ച് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ ഗൈസ്? സോ ഞങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയില്ല. ഇവിടെ പാർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അതൊന്നും ഇപ്പം ഓപ്പൺ അല്ല. പക്ഷെ എനിക്കങ്ങനെ ബീച്ചൊക്കെ നല്ല അടിപൊളിയാണ്. ഫോട്ടോസൊക്കെ എടുക്കാൻ, ഇവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര സംഭവമാണ്. പക്ഷെ അതിന് വേണ്ടി ഇങ്ങോട്ട് വരാൻ നമുക്ക് കാലിക്കറ്റ് ബീച്ചും കോവളം പോലെ ഒന്നും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളും കഫേസും കഴിക്കാനുള്ള സ്ഥലങ്ങളും അങ്ങനെ ഒന്നുമില്ല. കടൽ കാണാൻ, ബീച്ച് എൻജോയ്, തൃശ്ശൂരുള്ളവർക്ക് ബീച്ച് എൻജോയ് ചെയ്യണമെങ്കിൽ ഇവിടെ വരാം. ചാവക്കാട് ബീച്ച് ഇതുവരെ പോയിട്ടില്ല. പക്ഷേ ഈ ബീച്ച് വൈസ് ഇറ്റ്സ് വെരി ക്ലീൻ ആൻഡ് നല്ല എക്സ്പാൻസ് ആയിട്ട് കിടക്കുവാണ്. ബട്ട് is it like ഒരു എക്സ്ട്രോർഡിനറി എമ്യൂണിറ്റീസ് വല്ലതും ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ, കാലിക്കറ്റ് ആൻഡ് കോവളം ഇസ് മച്ച് ബെറ്റർ. ഓക്കെ ഗൈസ്, സോ ഫസ്റ്റ് ഡേ ഇൻ തൃശ്ശൂർ ഫീലിംഗ് റിയലി ബ്ലെസ്ഡ് ആൻഡ് പോസിറ്റീവ്. വന്ന കാര്യങ്ങളൊക്കെ നടന്നു. ആൻഡ് നാളെ കുറച്ച് ഫുഡ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, കുറച്ച് ഫുഡ് സ്പോട്ട്സ് ഒക്കെ. സോ അത് മാത്രമല്ല, എക്സിബിഷന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇനി തൃശ്ശൂരിന്റെ കുറച്ച് വ്ളോഗ്സ് കാണും. ഞങ്ങൾ കുറച്ച് ലോക്കൽ ഹിഡൻ സ്പോട്ട്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. സോ ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ദീസ് നോർമൽ ലോക്കൽ വ്ളോഗ്സ്. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ആൻഡ് സീ ഓൾ ഓൺ എക്സിബിഷൻ ഓൾസോ. ഓക്കെ, സോ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.